തോപ്പഴുത്താൻ. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ട് 4-5 ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എത്ര ദിവസമായെന്ന് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇന്ന് ബിരിയാണിയുടെ പരിപാടിയാണ്. ഓക്കെ, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പം ഞാനത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഞാൻ അവിടെ ചെന്ന് ഒരുപാട് കുക്കിംഗ് പഠിച്ചെങ്കിലും ഉമ്മയുടെ അത്ര കുക്കിംഗ് എൻ്റെ പെർഫെക്ഷൻ അല്ല. സോ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതൊന്ന് ലേൺ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, എന്തൊരു ഡെലീഷ്യസ് ആയിരുന്നു അത് കാണാൻ തന്നെ. എൻ്റെ ബിരിയാണി ഇത്ര പെർഫെക്റ്റ് ആവാറില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വഴി അതൊക്കെ പഠിക്കാം. ഇവിടങ്ങളിലൊക്കെ ആഴ്ചയിൽ 2 തവണ ബിരിയാണി എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഫുഡാണ്. അത് സ്പെഷ്യലൊന്നുമല്ല. ബേബി ആണെങ്കിൽ പതിവ് പോലെ മുന്നേടെ പുറകെ നടന്നിട്ട് ഇന്ന് അവന് വരയ്ക്കാനുള്ളൊരു പരിപാടി നോക്കുമായിരുന്നു. കിച്ചണിലാണെങ്കിൽ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയുടെ കൂടെ നമുക്കിന്ന് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടായിരുന്നു ബേബി? ടേസ്റ്റി ആയിരുന്നല്ലേ? യെസ്, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഈ വരച്ചേക്കണ മുന്നേയാണ് കണ്ടു. അങ്ങനെ വൈകിട്ടൊരു 6 മണി 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ തുടങ്ങി. ബേബിക്ക് എന്താ സംഭവം അപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉമ്മയും കൂടി ഒരു യാത്ര പോവാണ്. അപ്പം ആദ്യം ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി മുഖമൊക്കെ മാറി അങ്ങ് ഡള്ളാവാൻ തുടങ്ങി. ആൾക്ക് മനസ്സിലായി ഓരോരുത്തരും ഓരോ വഴിക്ക് പോവുകയാണെന്നുള്ളത്. അങ്ങനെ ഇനി കാണുന്ന കുറച്ച് പരിപാടികൾ അവളുടെ അലമ്പുകളാണ്. നമ്മുടെ വീട് ഒറ്റപ്പാലത്തും ബേബിയുടെ വീട് തൃപ്രയാറാണ്, തൃശ്ശൂരാണ്. അപ്പോൾ ബേബി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തൃശ്ശൂർ പോവണ്ടെന്ന് പറഞ്ഞു. തൃശ്ശൂർ കഴിഞ്ഞു. അങ്ങനെ ബേബീനെ നമ്മൾ മണ്ണുത്തിയിൽ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ആകെ സാഡായിപ്പോയി. ബേബി ഒരു 1/2 മണിക്കൂർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ട്രെയിറ്റ് എയർപോർട്ടിലേക്കാണ് പോയത്. പിന്നെ അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ശരി, ബൈ.